ഇവിടെ എന്നോട് ഭയങ്കര കളി കളിച്ചിട്ടുണ്ട്. എന്താ വെച്ചാല് എന്നിട്ട് ക്യാരി ചെയ്യണം. അതുകൊണ്ട് ഇവര് പ്രൊട്ടക്ഷൻ എന്ത് സംഭവിച്ചാലും ഉപയോഗിക്കത്തില്ല. എന്നോട് കള്ളം പറഞ്ഞിട്ട് ഇവളിപ്പോ എന്നിട്ട് ഈ ഇഷ്ടമുള്ള പറഞ്ഞിട്ട് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ക്യാരി ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതൊരു പേടിയുണ്ട്. ഞാൻ അടുത്ത മാസം നെക്സ്റ്റ് മന്ത് എല്ലാം പ്രശ്നമാകുമോ എന്നൊരു പേടിയുണ്ട്. ഞാൻ ആൾറെഡി അവൾക്ക് എന്റെ അക്കൗണ്ടിൽ നിന്ന് 40 lakhs 39 പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം റസൂലക്ക അവരോട് സംസാരിച്ച സാധനം റെക്കോർഡ് ചെയ്തിട്ട് അതിട്ടേക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെന്റ്സ്, ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെന്റ്സ് അങ്ങ് എക്സ്ട്രീം ലെവലിൽ പോയി. ആദ്യത്തെ ആ വോയിസ് റെക്കോർഡിന് ഓൾമോസ്റ്റ് 40 lakhs. അത് കൂടാതെ ഡയമണ്ട് റിങ്, മോതിരം, വാച്ച്, അവന്റെ കഴുത്തിൽ കിടക്കുന്ന 10 ഗ്രാമിന്റെ ലോക്കറ്റ്, അതിന് മുമ്പുള്ള ലോക്കറ്റ്, മാല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ അവസാനത്തെ വീഡിയോ ആയിരിക്കും. ഈ ഒരു വിഷയം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അത്രയും അധികം പുത്തൻ പുതിയ അപ്ഡേറ്റുകളാണ് ഓരോ മണിക്കൂറുകളിലും ഓരോ ദിവസങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അതേ, ഇന്നലെ നമ്മൾ പറഞ്ഞതിൻ്റെ ആ ഒരു കണ്ടിന്യൂഷനാണ് ഏറെ ഞെട്ടുളവാക്കുന്ന. അതായത് നമ്മൾ കരുതിയതുപോലെ സജനെത്താത്ത ഒരു ദൈവത്തെ പോലെ അല്ല റസൂൽ പൂക്കുട്ടിക്ക് കണ്ടതെന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ ഞെട്ടിക്കുന്ന തെളിവുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂൽക്ക് തന്നെ പറയുന്ന ഏതൊരു പഹേന്റെയും കരളലിയിപ്പിക്കുന്ന ആ ഒരു പൊട്ടിക്കരച്ചിൽ. ഈ ഒരു അവസ്ഥ ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. പോലീസ് പ്രൊട്ടക്ഷൻ പോലും ഉണ്ടായിരുന്ന ഒരു പഹയൻ കേവലം പ്രൊട്ടക്ഷൻ ഇല്ലാത്തതിന്റെ പേരിൽ, ഒരു 30 ഉറുപ്പ്യ ചെലവാക്കാനില്ലാത്തതിന്റെ പേരിൽ പൈസ ആയിട്ടും ഡയമണ്ട് ആയിട്ടും സ്വർണമായിട്ടും ഒക്കെ ഏതാണ്ട് 70 ലക്ഷം രൂപയോളം കളഞ്ഞു കുളിച്ച ഒരു ഓസ്കാർ ജേതാവ്. ഈ ഒരു അവസ്ഥ ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. ഏറെ ദുഃഖകരമായ അവസ്ഥ. എന്താണ് സംഭവിച്ചത് വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണുക. ഞാൻ ആൾറെഡി അവൾക്ക് എന്റെ അക്കൗണ്ടിൽ നിന്ന് 40 lakhs 39 പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. So far, from 23 September onwards, I have paid her almost 40 lakhs. അത് കൂടാതെ ഡയമണ്ട് റിങ്, മോതിരം, വാച്ച്, അവന്റെ കഴുത്തിൽ കിടക്കുന്ന 10 ഗ്രാമിന്റെ ലോക്കറ്റ്, അതിന് മുമ്പുള്ള ലോക്കറ്റ്, മാല. ജീവിതത്തിൽ ഒരു മനുഷ്യന് ആലോചിക്ക 40 ലക്ഷം ഉറുപ്പിയെ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കുക. അതായത് ഈ ഒരു പ്രഗ്നൻസിക്ക് തൊട്ടു മുമ്പും ചില പ്രഗ്നൻസി ഭീഷണികൾ ഉണ്ടായിരുന്നു. അതായത് താൻ പ്രഗ്നന്റ് ആയി തനിക്ക് ചെലവിന് ക്യാഷ് വേണമെന്ന് പറഞ്ഞ് ഇക്കയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതി മുൻപും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആയിരിക്കാം 40 ലക്ഷം ഉറുപ്പിയെ ക്യാഷ് ആയിട്ട് തന്നെ ഇക്ക കൊടുത്തെന്നാണ് പറയുന്നത്. അതിനുശേഷം ഇക്കയുടെ സ്നേഹോപകാരങ്ങൾ, ഡയമണ്ട് റിങ്, ഡയമണ്ട് മാല, കഴുത്തിൽ കിടക്കുന്ന ആ ഒരു സ്വർണ്ണ ചെയിൻ, നമുക്കറിയാം സ്വർണത്തിന്റെയൊക്കെ വില 10 ഗ്രാമുള്ള ഏതാണ്ട് 2 ലക്ഷം ഉറുപ്പ്യ വരുന്ന ഒരു മാലയാണ് കൊടുത്തിരിക്കുന്നത്. ഡയമണ്ട് നെക്ലസ് നമുക്കറിയാം കുറഞ്ഞ 20 ലക്ഷം ഉറുപ്പ്യ എങ്കിലും വരും. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കുട്ടിക്ക് ഇതുപോലെ അബദ്ധം. ലോകം കണ്ടൊരു പഹയനാണ്, ലോകം കണ്ടൊരു മനുഷ്യൻ. പല രാജ്യങ്ങളിലും പോയി സൗണ്ട് റെക്കോർഡ് എടുത്തിട്ടും ഈ ഒരു അമളി ഈ പഹയനിക്ക് പറ്റിയത് ഏറെ ദുഃഖകരമായ അവസ്ഥ തന്നെയാണ്. അങ്ങനെ ഏതാണ്ട് 70 ലക്ഷം ഉറുപ്പ്യയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ 2-3 മാസം മുന്നേ താജ് വിവാന്തയിൽ വെച്ച് താരങ്ങൾ ഒന്നുകൂടി ഒത്തുകൂടുകയാണ്. അതെ, ആ രാത്രിയിൽ താജ് വിവാന്തയിലെ സ്യൂട്ട് റൂമിൽ രാത്രിയുടെ യാമങ്ങളിൽ എന്താണ് സംഭവിച്ചത്? ജീവിതത്തിൽ ഒരു മനുഷ്യന് ഒരു സാധനം പറ്റില്ല. അത് കഴിഞ്ഞ 10-20 ലക്ഷം രൂപ ഇവിടെ എന്നോട് ഭയങ്കര കളി കളിച്ചിട്ടുണ്ട്. എന്താ വെച്ചാല് എന്നിട്ട് ക്യാരി ചെയ്യണം. അതുകൊണ്ട് ഇവിടെ പ്രൊട്ടക്ഷൻ എന്ത് സംഭവിച്ചാലും ഉപയോഗിക്കത്തില്ല. എന്നോട് കള്ളം പറഞ്ഞിട്ട് ഇവളിപ്പോ എന്നിട്ട് ഈ ഇഷ്ടമുള്ള പറഞ്ഞിട്ട് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ക്യാരി ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതൊരു പേടിയുണ്ട്. ഞാൻ അടുത്ത മാസം നെക്സ്റ്റ് മന്ത് എല്ലാം പ്രശ്നമാകുമോ എന്നൊരു പേടിയുണ്ട്. ആലോചിച്ചൊക്കെ ഏറെ ദുഃഖകരമായ അവസ്ഥ. അതായത് എനിക്ക് പീരീഡ്സ് ആണ്, ഒരു കാരണവശാലും പൊട്ടഷൻ എടുക്കുന്ന യാതൊരു പരിപാടിയുമില്ല, പൊട്ടഷൻ ഇല്ലാതെയുള്ള യുദ്ധമുറകളാണ് നടക്കേണ്ടതെന്ന് ഓള് നിർബന്ധം പിടിക്കുകയായിരുന്നു. അങ്ങനെ റസൂൽ പൂക്കുട്ടിക്ക് നിർബന്ധിച്ച് ഫോഴ്സ്ഫുള്ളി ആ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഈ ഒരു വിഷയത്തിൽ സജനത്ത എന്താണ് പറഞ്ഞത്? വരട്ടെ. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്.
അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നോട്ടാണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. ഒന്ന് ആലോചിച്ചൊക്കെ എന്തൊരവസ്ഥയാണ്. ലോഹം കണ്ട ഒരു പഹയനിക്ക് ഒരു 30 ഉറുപ്പ്യ മുടക്കുന്നതിന്റെ പേരിൽ പറ്റിയൊരു അമളി. 70 ലക്ഷം ഉറുപ്പിയും മാനവും പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അതായത് അതിനുശേഷമാണ് പ്രഗ്നൻസി നടന്ന്, അതായത് എനക്ക് പള്ളയിലുണ്ട്, ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞൊരു വെളിപ്പെടുത്തൽ നടത്തി. ആ വെളിപ്പെടുത്തൽ നടത്തിയതിന് ശേഷം ആ ബാർഗെയിനിങ്ങിൽ കുറേശ്ശെ വീണ്ടും പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കാം. പൈസ വരാതിരുന്നപ്പോൾ, അല്ലെങ്കിൽ നിക്കാഹ് നടക്കില്ല എന്ന് ഒരു വെളിപ്പെടുത്തൽ പൂക്കുട്ടിക്ക് നടത്തിയപ്പോൾ, ഒന്നുകിൽ പൈസ 3 കോടി അല്ലെങ്കിൽ നിക്കാഹ്, ഇത് രണ്ടും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇടയ്ക്കൊരു ഫോട്ടോ ഇട്ട് ചെറിയൊരു ഭീഷണി. അതിനുശേഷം ഒരു ഡീലിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഫോട്ടോ ഡിലേറ്റ് ചെയ്യുന്നു. അത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ, അതായത് ഒരു പൊന്മുട്ടയിടുന്ന താറാവിനെ അറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. പൂക്കുട്ടിക്ക എന്ന് പറയുന്നത് തീർച്ചയായും നമുക്കറിയാം ഒരു പൊന്മുട്ടയിടുന്ന താറാവായിരുന്നു. 70 ലക്ഷം ഉറുപ്പിയോളം മുടക്കി നിൽക്കുന്ന ഒരു പകയനാണ്. ആ ഒരു പൊന്മുട്ടയിടുന്ന താറാവിനെ അറക്കുന്ന മാതിരിക്ക് ഓന്റെ ജീവിതം തകർക്കുന്ന രീതിയിൽ ഓന്റെ വോയിസുകളടക്കം പുറത്തു വരുന്ന അവസ്ഥയുണ്ടായി. ഏറെ ദുഃഖകരമായ അവസ്ഥ. പ്രൊട്ടക്ഷൻ ഇടാത്ത ഓരോ പഹയന്മാർക്കും ഇതൊരു പാഠം തന്നെയാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു ട്രാക്കിലേക്ക് പൂക്കുട്ടിക്ക് കൊണ്ടുവരാൻ വേണ്ടി ഓളുടെ ശ്രമമായിരുന്നു താജ് വിവേന്തയിൽ സ്യൂട്ട് റൂമിൽ ആ രാത്രിയുടെ യാമങ്ങളിൽ നടന്നത്. അതിൽ റസൂൽ പൂക്കുട്ടിക്ക് എന്ന് പറയുന്ന ആ ഒരു പഹയൻ വീണുപോവുകയായിരുന്നു. ഇതുപോലൊരവസ്ഥ ഇനിയൊരു സൗണ്ട് റെക്കോർഡിന് ഉണ്ടാവാൻ പാടില്ല. അതായത് സജിനത്ത് പൂക്കുട്ടിക്ക് കൊടുത്ത സ്ഥാനം എന്തായിരുന്നു? ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എന്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. ആലോചിച്ചൊക്കെ ഒരു ദൈവത്തെ ചെയ്തു വെച്ചേക്കുന്ന പരിപാടികൾ, ഒരു ദൈവ ഭയമുള്ള ഒരാളാണെങ്കിൽ ഈ രീതിയിൽ ഒന്നുമില്ലെങ്കിൽ ഒരു കൊച്ചു ദൈവമല്ല, ആ ഒരു ദൈവത്തെ ഈ രീതിയിലൊക്കെ ചെയ്യാമോ? ഇതുപോലൊരു അവസ്ഥ ഒരു ദൈവത്തിനും ഉണ്ടാകാൻ പാടില്ല. കാര്യങ്ങൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള പരസ്യ പ്രതികരണത്തിനും റസൂൽ പൂക്കുട്ടിക്ക മുതിർന്നിട്ടില്ല. ഒരു പോസ്റ്റ് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. അതായത് തൻ്റെ ഫോട്ടം ഉപയോഗിച്ച് അല്ലെങ്കിൽ വോയിസ് ഉപയോഗിച്ച് AI ഉണ്ടാക്കുന്ന പഹയന്മാരെ പിടിച്ചിടുമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സജിനത്ത് ഒട്ടും പുറകിലേക്കില്ല. പൂർവാധികം ശക്തിയോടുകൂടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഓള് വന്നിരിക്കുകയാണ്. ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഓള് അരമണിക്കൂറിന് മുമ്പ് പങ്കുവച്ചിരിക്കുന്നു. എന്താണത്? ആക്ട്രസ് അല്ലേ, പല വികാരങ്ങളും പല എക്സ്പ്രഷനും കാണിക്കുന്നതാണല്ലോ ആക്ട്രസ്. ഇപ്പം കരഞ്ഞതല്ല, കരച്ചിലൊക്കെ സച്ചിനങ്ങ് നീക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം അടുത്ത കോൺട്രവേഴ്സി, അടുത്ത വീഡിയോ വോയിസ് റെക്കോർഡൊക്കെ ആയിട്ട് ദിയാസന വന്നിട്ടുണ്ടല്ലോ. ദിയ, താങ്ക് യു സോ മച്ച്. കാരണം ദിയയുടെ പേരിൽ ഞാനും അദ്ദേഹം ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ റിജക്റ്റ് ചെയ്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് ദിയാസനയ്ക്ക് അങ്ങനെ ഒരു വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഒന്നും ദിയയുടെ കയ്യിലില്ല എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം വീണ്ടും ദിയ ഞങ്ങൾക്ക് തെളിവ് സഹിതം കൊണ്ടിട്ട് തരുവാണ്. ദിയയുടെ കയ്യിൽ ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള വോയിസ് റെക്കോർഡുകൾ, ഞങ്ങളുടെ പല കാര്യങ്ങളും ദിയയുടെ കയ്യിലുണ്ടെന്നുള്ള തെളിവുകൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായേ. കാരണം ഫിറോസ് ഖാൻ ഒരു വോയിസ് റെക്കോർഡ് കൊണ്ട് ഇറക്കുന്നു, എൻ്റെ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം. അത് തികച്ചും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറ്റിയൊരു മണ്ടത്തരമാണെന്ന് ഞാനത് തുറന്നു പറഞ്ഞു. ഞാനത് എൻ്റെ ഫ്രണ്ട്സിനെ വിശ്വസിച്ച് ഞാൻ ഇട്ടുകൊടുത്ത സാധനമാണ് പുറത്ത് വന്നത്. അതായത് ഓള് പറയുന്നത് ഞാനും അദ്ദേഹവും ഇപ്പോഴും വലിയ രീതിയിലുള്ള ഒരു അടുപ്പത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 70 ലക്ഷം ഉറുപ്പിയോളം പൈസയായിട്ടും ഡയമണ്ടായിട്ടും സ്വർണ്ണമായിട്ടും ഒക്കെ കളിപ്പീര് പറ്റി പൊട്ടിക്കരഞ്ഞ് ഇരിക്കുന്ന ഒരു പകയനാണ്. ആ ഒരു പകയൻ വീണ്ടും ഓളറപ്പുറം കൂടിക്കൊണ്ട് ദിയാസനയ്ക്കെതിരെ കേസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഓൻ്റെ ഒരു മാനസികാവസ്ഥ, ഓനൊരു വല്ലാത്ത പകയൻ തന്നെ. ഓൻ ഇത്രയും പൈസ പോയാൽ പോരാ. എനിക്ക് തോന്നുന്നില്ല അത്തരത്തിലൊരു മണ്ടത്തരം ആ ഒരു ഓസ്കാർ ജേതാവ് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം റസൂലക്ക അവരോട് സംസാരിച്ച സാധനം റെക്കോർഡ് ചെയ്തിട്ട് അതിട്ടേക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്സ്, ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്സ് അങ്ങ് എക്സ്ട്രീം ലെവലിൽ പോയി. ആദ്യത്തെ ആ വോയിസ് റെക്കോർഡിന് അത്രയൊന്നും ഇല്ല ഇതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? അത്രയും അഗ്ലി സംസാരങ്ങൾ വരെ ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിച്ച വോയിസ് റെക്കോർഡാണ് ഇറങ്ങിയത്. അപ്പം ആ ദേഷ്യത്തിൽ പറഞ്ഞ കുറേ മാറ്റർ, ഇത് കുറേ പഴയതാട്ടോ. ആ സമയത്ത് എൻ്റെ വോയിസ് റെക്കോർഡ് ഇറങ്ങിയ സമയത്തുള്ള സാധനം തന്നെ അത്. ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, റസൂൽ പൂക്കുട്ടി ഇപ്പോൾ അടുത്ത് വന്ന് വോയിസ് റെക്കോർഡ് സച്ചിനയ്ക്ക് പകരം ഇട്ടു എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു വോയിസ് റെക്കോർഡല്ല. അദ്ദേഹം വന്നൊരു ലൈവോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു വീഡിയോ വന്ന് ചെയ്യട്ടെ. ഇപ്പം
അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഞങ്ങൾ കുറേ പേഴ്സണലായിട്ടുള്ള ഫോട്ടോസും എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾ വേറെ രീതി ചിന്തിക്കേണ്ട. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് ലീക്കായിട്ടുണ്ടല്ലോ, അത് പിന്നെ ഞങ്ങളുടെ വോയിസ് റെക്കോർഡുകൾ, ഞങ്ങളുടെ കുറേ തെളിവുകൾ, ഇതെല്ലാം ഇവളുമാരുടെ കയ്യിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരുമാണ് ഈ കള്ള ഹിമാറുകൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ലൈവായിട്ട് വന്നിട്ട് പൂക്കുട്ടിക്ക് സജന താത്തയെ തള്ളിപ്പറയുന്ന ഒരു വീഡിയോ വന്നേനെ. അത്തരത്തിൽ വന്നിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല അത്തരത്തിൽ സജന താത്തയെ തള്ളിപ്പറയാൻ വേണ്ടി സജനത്ത എന്നൊരു പേര് പോലും പൂക്കുട്ടിക്ക് ഉച്ചരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പബ്ലിക്കായിട്ട്. അപ്പൊ അത്തരത്തിലൊരു നീക്കം പൂക്കുട്ടിക്കയുടെ ഭാഗത്ത് ഉണ്ടാകാത്തിടത്തോളം കാലം സജനത്താത്തയ്ക്ക് ഈ ഒരു സംഭവം പറഞ്ഞിട്ട് മുന്നോട്ട് തന്നെ പോകാം. പൂക്കുട്ടിക്ക എന്റെയാണ്, എന്റെ പൂക്കുട്ടിക്കയാണ്, പൂക്കുട്ടിക്ക ഞാനും തമ്മിലുള്ള നിക്കാഹ് ഉടൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കാലം വേണോലും മുന്നോട്ട്. ദിയ, ഇത് ഞാൻ നാട്ടുകാരെ കേൾപ്പിക്കാനല്ല ഇത് പറയുന്നത്. ദിയ, നിന്നെ മനസ്സിലാക്കാൻ നീ ഏതൊക്കെ രീതി മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നു എന്നുള്ള തെളിവാണ്. 2 ദിവസം മുന്നേ ദിയ ഏതൊരു ഡോക്ടറെ വിളിച്ചിട്ട് 3 മാസം മുന്നേ ഒരു സാധനം ഇങ്ങനെ നടന്നത്, അത് ബോഡി കാണുമോ, ചെക്കപ്പ് ചെയ്ത് ഞാൻ കാണുമോ എന്നൊരു കാര്യം ചോദിച്ചത്, അത് എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് ദിയ. ഇതിപ്പം നാട്ടുകാരെ കേൾപ്പിക്കാനോ നിങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കാനല്ല, ദിയയ്ക്ക് മനസ്സിലാക്കാൻ ഞാൻ അതുവരെ ഇവിടെ അറിയുന്നുണ്ട്. അപ്പം ദിയയുടെ വ്യക്തമായിട്ട് പറയുക ദിയാസന, 3 മാസം മുന്നേ അല്ല, ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും 1 മണിക്ക് ഇടയ്ക്കാണ് നീ ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. വ്യക്തമാക്കി. ഇനി ഏതെങ്കിലും ഡോക്ടറിനെ വിളിച്ച് നോക്കുമ്പോൾ ഈ ഡേറ്റ് പറഞ്ഞിട്ട് വേണം ചോദിക്കാൻ. എൻ്റെ മോളെ ഒരു 3-4 വർഷം എൻ്റെ അറിവിൽ ഞാൻ ചോദിച്ചത് 3-5 വർഷം 6 വർഷം എത്ര വർഷം ഇത് കാണും, ഹെയറിൽ ഇത് ചെക്ക് ചെയ്താൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ 1 വർഷത്തിനകത്ത് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. അപ്പം ഈ സാധനം പുള്ളിയിൽ നിന്ന് പോകത്തില്ല മോളെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. നീ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് കൊണ്ട് എവിടെയാണ് വരേണ്ടത്? സജന ചേച്ചിയും വരാം, സജന ചേച്ചിയുടെ ബ്ലഡും ടെസ്റ്റ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഹെയർ എടുത്ത് ചെക്ക് ചെയ്യണ്ടേ? അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ടെസ്റ്റ് ചെയ്യാം ഉടനെ തന്നെ. ഈ പറഞ്ഞ വാക്ക് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എടി വീണ്ടും 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 ഞാൻ പറയുക, നീ വന്ന് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ മോളെ ഞാൻ നിന്നെ മരണം വരെ വെറുതെ വിടത്തില്ല. നീ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം നിൻ്റെ കൂടെ നിന്ന ആ പയ്യനും നീയും കൂടെയാണ് ചെയ്തത്. ആ പയ്യനെ ഞാൻ വിളിച്ചിരുന്നില്ല അതിനകത്ത്. പിന്നെ ബിഗ് ബോസ് താരങ്ങൾ 2 പേര്, അവരും ഇത് സാക്ഷിയാണ്. അവരെയും നിർബന്ധിച്ചതാണ് നീ. എൻ്റെ മക്കൾ സത്യം അവർ കഴിച്ചിട്ടില്ല, അവരും ചെയ്തിട്ടില്ല ഇത്. പക്ഷേ ഇവള് നിർബന്ധിച്ചപ്പം അവരത് പറഞ്ഞുവല്ല, ഞങ്ങളിതെല്ലാം നിർത്തിയിട്ട് കുറേ കാലമായെന്ന് അവർ പറഞ്ഞത്. അപ്പം ദിയാസന ഇത് പറഞ്ഞില്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടല്ലോ ഇവൾ ഇത്ര വലിയ കള്ളിയാണെന്നുള്ളത്. പിന്നെ നീ പറഞ്ഞത് നീ ആണെങ്കിൽ നീ ഈ സാധനത്ത് നീ ചെയ്തില്ലെങ്കിൽ നീ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്നിട്ട് ഞാനിപ്പം ചെയ്ത് കാണിക്കും എന്ന് പറയുന്ന ഒരാൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? വാ ടെസ്റ്റ് ചെയ്ത് കാണിക്കും മോളെ, നീ ആരാണെന്ന് തെളിയിക്കും മോളെ. രോഗം നിന്നെ ഒരുത്തേ പിടിച്ചാൽ എത്ര പേരിനകത്ത് തൂങ്ങുന്നറിയോ? അതുകൊണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേര് കാണും. സർ, എല്ലാവർക്കും ഞാനൊരു കാര്യം പറയുക, ഇവളുടെ കോൾ റെക്കോർഡും അവളെ കോൾ ലിസ്റ്റും എടുക്കണം. അതിലെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മാഫിയകളെല്ലാം വെളി വരും. കാരണം ഇവള് കോൾ വിളിക്കുന്നതും ഇവള് കച്ചവടം ചെയ്യുന്ന എല്ലാത്തിൻ്റെ ആൾക്കാരുടെ റെക്കോർഡ്സും കാര്യങ്ങളും ഇവളെ കോൾ ലിസ്റ്റ് എടുത്തിട്ട് അവരെ ഫോളോ ചെയ്താൽ ഞാൻ കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് അതും ഈ പറയുന്ന നിയമ നടപടികൾ എടുക്കുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും എടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് സജന വീണ്ടും വരുന്നതായിരിക്കും, അടുത്ത വോയിസ് കേൾക്കാനും. ഓക്കെ, ബൈ. അതെ, ഈ ലൂപ്പിൽപ്പെട്ട സകല ആളുകളും ഒന്നിച്ചൊരു ടെസ്റ്റിന് തയ്യാറാവുക. ആ ഒരു ടെസ്റ്റ് MDMA ടെസ്റ്റ് അല്ല വേണ്ടതെന്നാണ് സകല ആളുകളും കമന്റ് അടിക്കുന്നത്. എല്ലാവരും ഒരു സ്വരത്തിൽ പറയുന്നത് അത് HIV ടെസ്റ്റ് ആണെങ്കിൽ ഏറെ നന്നാവും. ഇവിടെ MDMA അടിച്ചോ ഇല്ല എന്നുള്ള കാര്യം നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, പൊതുജനങ്ങൾക്ക് അതൊരു വിഷയമല്ല. പക്ഷെ പ്രൊട്ടക്ഷൻ ഇടാതുള്ള ഇതുപോലുള്ള കലാപരിപാടികൾ നമ്മുടെ നാടിന് വലിയ ദോഷം തന്നെയാണ്. ഇനി സജനത്തൊക്കെ ഒരു പരിപാടിക്ക് പോയാൽ പോലും ഒരു 2 മീറ്റർ അകലെ ഒരു സാധാരണ നിലയ്ക്കുള്ള ഒരു പകയും നിൽക്കത്തോളൂ. ഏറെ ദുഃഖകരമായ അവസ്ഥയാണ്. ഇതുപോലൊരവസ്ഥ ഇതിനു മുമ്പ് മലയാള സിനിമ ടെലിവിഷൻ മേഖലയിൽ ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. എന്റെ സ്നേഹമാണ് സജനാ നീ.